ഹായ് ഇറ്റ്സ് മീ ഷെലിയാസ് ഫ്രം കോഡ് ഡിസൈൻ. അപ്പോൾ ഇന്ന് അജ്രക് ബ്ലോക്ക് പ്രിന്റ് ചെയ്തിട്ടുള്ള കോട്ടൺ സൽവാർ സ്യൂട്ട്സ് ആണ് ഇന്ന് കാണിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ വീഡിയോ കാണുമ്പോൾ ഇഷ്ടമാകുന്ന പീസ് പെട്ടെന്ന് ആയിക്കോട്ടെ സ്ക്രീൻഷോട്ട് എടുക്കുക, താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്തിട്ട് ഓർഡർ പ്ലേസ് ചെയ്യട്ടെ. അപ്പോൾ ഇവരൊക്കെ ഗൂഗിൾ പേ ത്രൂ ആണ്, അതുപോലെ അക്കൗണ്ട് ട്രാൻസ്ഫർ പോസിബിൾ ആണ്, DTDCയും അതുപോലെ പോസ്റ്റൽ സൗകര്യമുണ്ട്. നിങ്ങൾക്ക് ഓക്കെ ചെയ്ത് സെലക്ട് ചെയ്യുക, റീപ്ലേസ്മെന്റ് റീഫണ്ടിങ് വരും, അതുകൊണ്ട് ശ്രദ്ധിച്ച് പർച്ചേസ് ചെയ്യട്ടോ. അപ്പോൾ നമുക്ക് ഇപ്പോഴും ഒരുപാട് പേര് എന്താ പറയുന്ന ഒരു ഇതാണ്, കാരണം കൂടുതലും ഞാൻ ഇങ്ങനത്തെ കോട്ടൺ ഇട്ടിട്ടാണ് നമ്മൾ ഡിസൈൻ ബേസ് കാണിക്കുമ്പോൾ. അപ്പോൾ എപ്പോഴും നമുക്ക് മെസ്സേജ് വരുന്ന ഒരു സംഭവമാണ് അജ്രക്കിന്റെ കോട്ടൺ സെറ്റുകൾ 3 പീസ് സെറ്റ് സ്യൂട്ട്സ് കാണിക്കുക എന്നുള്ളത്. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളതും അങ്ങനെ ഒരു ഐറ്റം കാണിക്കാനാണ്, പക്ഷെ ഞാൻ ഇട്ടിട്ടുള്ള ഐറ്റം ഇല്ല. ഫസ്റ്റിൽ പറഞ്ഞതാണ്, നമ്മൾ മുന്നേ കാണിച്ചിട്ടുള്ള ഐറ്റം കേട്ടോ. അപ്പോൾ അതിനോട് സിമിലർ ആയിട്ടുള്ള പീസസ് തന്നെയാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഡിസൈനിൽ മാത്രം ഡിഫറൻസ് വരുന്നത് കളറിലും കേട്ടോ. ഫസ്റ്റ് വൺ വരുന്നത് നല്ലൊരു ബ്ലാക്ക് എന്ന് പറയുമ്പോൾ ജെറ്റ് ബ്ലാക്ക് അല്ല, ഒരു എന്താ പറയാ ഒരു 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 മെഹന്തി ഗ്രീൻ മിക്സ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ബ്ലാക്ക് കേട്ടോ, അങ്ങനെയാണ് വരുന്നത്. പിന്നെ ടോപ്പ് പാനൽ പ്രിന്റ് ആണ്, പാനൽ പ്രിന്റ് ആണ് ടോപ്പിലേക്ക് വരുന്നത്. ടോപ്പിന്റെ ലെങ്ത് നമുക്കൊരു 47 ഒക്കെ ഉണ്ടായിരിക്കും. 4XL സൈസ് വരെ ചെയ്യാനായിട്ട് പറ്റുന്ന പീസാണ്. ബാക്ക് പോർഷൻ ഇതുപോലെ ഫുള്ളി പ്രിന്റഡ് ആയിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ ഇത് കുറച്ച് ലെങ്ത് കുറഞ്ഞിട്ട് സ്റ്റിച്ച് ചെയ്യാണ് ബെറ്റർ, കൂടുതൽ ലെങ്ത് അല്ലാണ്ട്. കാരണം വേറൊന്നുമല്ല, ബോട്ടം കൂടെ പ്രിന്റഡ് പാറ്റേണിലാണ് വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്കൊരു അത്രയും നമ്മളിപ്പോൾ 49 ഒക്കെ ഇടുന്ന ആണെങ്കിൽ അത്ര ലെങ്ത് ഇട്ട് ചെയ്യാണ്ട് പാൻസിനും കൂടെ ഇങ്ങനെ പ്രിന്റ് വരുന്നതല്ലേ. അപ്പോൾ അങ്ങനെയാണ്. പിന്നെ ഇത് നോക്കിയാൽ അതൊക്കെ നോക്കിയത് അങ്ങനെ ഈ ഡ്രൈ എന്താ അതൊക്കെ ഡ്രൈ ലീവ്സ് നമ്മളിങ്ങനെ അവരിങ്ങനെ ഡ്രൈ ആക്കാൻ നിൽക്കുന്ന സമയത്ത് സംഭവിക്കുന്നതാണ്. അത് ജസ്റ്റ് നമ്മളിങ്ങനെ ഓരോരുത്തർ ഓപ്പൺ ചെയ്തതാക്കിയാൽ അതിൻ്റെ ഇത് പോകുള്ളൂ. ഞാനത് എല്ലാ വീഡിയോയിൽ പറയാറുണ്ട്, പക്ഷെ ചില ആൾക്കാർ കിട്ടുമ്പോൾ അതിനെ കമൻറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇതാണ് ടോപ്പ് വരുന്നത്. ബോട്ടം വരുന്നതാണ് താഴേക്ക് ഒരു ബോർഡർ ആയിട്ടുള്ളത്. ദുപ്പട്ട വരുന്നത് കോട്ടണിൽ തന്നെയാണ്. നിങ്ങൾക്ക് സൈസ് കുറയ്ക്കണം എന്നാണെങ്കിൽ, ഞാൻ പെട്ടിട്ടുള്ളതിൻ്റെയൊക്കെ വിടുത്ത് ഞാൻ കുറച്ചിട്ടുണ്ട്. കുറയ്ക്കണം എന്നാണെങ്കിൽ ബോർഡർ കട്ട് ചെയ്തിട്ട് മേലേക്ക് ജോയിൻ ചെയ്താൽ മതി. പക്ഷെ ഇങ്ങനെ വീതിയായിട്ട് ഇടുന്ന ആളുകളുണ്ട്, ഇഷ്ടമുള്ള ആളുകളുണ്ട്. അപ്പോൾ ഇതാണ് ലോവർ പാർട്ടിലേക്ക് വരുന്നത്, വിത്ത് ടെസൽസ് ആണ്. ബോട്ടം കൂടെ വരുമ്പോൾ സൂപ്പർ ഒരു പീസാണ്. ഫസ്റ്റ് വണ്ണ് ബ്ലാക്ക് എന്ന് പറയുമ്പോൾ ഒരു മെഹന്തി ഗ്രീൻ മിക്സ് വരുന്നൊരു ബ്ലാക്ക് കേട്ടോ. ഫസ്റ്റ് വണ്ണ്. സെക്കൻഡ് വണ്ണ് സെയിം ഷെയ്ഡ് തന്നെയാണ്, പക്ഷെ പ്രിന്റ് ഡിഫറൻസ് വരുന്നത് ചെറിയ ബൂട്ട ഒരു പാറ്റേണിൽ വരുന്നത്. ചെറിയൊരു എന്താ പറയുക, നമ്മളെ ലോട്ടസ് പ്രിന്റ് ഉണ്ടല്ലോ, അതാണ് സൈഡ്സിലേക്ക് വരുന്നത്. പിന്നെ സെന്റർ പാനലായിട്ടുള്ളതാണ്. ബാക്കും അതുപോലെ തന്നെ സൈഡ് പോർഷനും ചെറിയ ഫ്ലോറൽ പ്രിന്റ് വരുന്നു. ഓക്കെ, ലെങ്ത് ഇത്ര വരുന്നുണ്ട്. പിന്നെ എന്താ പറയുക, നമുക്കൊരു 4XL സൈസ് വരെയൊക്കെ ചെയ്യാനായിട്ട് പറ്റും. ലെങ്ത് കുറച്ചിട്ട് ചെയ്യായിരിക്കും ബെറ്റർ കേട്ടോ, ബോട്ടത്തിന്റെ വർക്ക് വരുന്നത്. കാരണം ഇതാണ് ബോട്ടം വരുന്നത്. മേൽഭാഗം പ്ലെയിൻ ആയിട്ട് താഴേക്ക് ബോർഡർ വരുന്ന രീതി കേട്ടോ. പ്രിന്റ് ഇങ്ങനെയാണ് വരുന്നത്. ചില പ്രിന്റ് ക്ലിയർ അല്ല എന്നൊക്കെ പറയാം. പ്രിന്റ് ഇങ്ങനെയാണ്. പിന്നെ ദുപ്പട്ട വരുന്നത് ബോഡി പാർട്ട് പ്ലെയിൻ ആയിട്ടാണ്, പല്ലു ഏരിയയിലാണ് പ്രിന്റ് വരുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരു പ്രത്യേക സ്റ്റൈലുണ്ട്. ആണ് സെക്കൻഡ് വൺ വരുന്നത് കേട്ടോ. ഓക്കെ, ബോട്ടം കൂടെ അങ്ങനെ വരും, ബോട്ടം കൂടെ അങ്ങനെ വരും. നെക്സ്റ്റ് കളർ വന്നിട്ട് നെക്സ്റ്റ് ഷെയ്ഡ് ഒരു ബ്ലാക്ക് കളറാണ്. ബ്ലാക്കിൽ ഇത് ആക്ച്വലി നമ്മൾ കുറച്ച് ദിവസം മുന്നേ ഞാൻ ഇതിൻ്റെ ഒരു ഇതേപോലത്തെ പാനൽ പ്രിന്റ് ഉള്ള ഒരു ഐറ്റം ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഒരുപാട് പേര് ഇങ്ങനെ എപ്പോഴും മെസ്സേജ് ചെയ്യാറുള്ളതാണ്, ആ ഒരു ഇതിൻ്റെ പാനൽ പ്രിന്റിൻ്റെ ബ്ലാക്ക് കളറിൽ കിട്ടുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. പക്ഷെ ഇത് സെയിം തന്നെ അല്ല, അതിനോട് സിമിലർ ആയിട്ടുള്ളതാണ്. ടോപ്പ് ബാക്ക് ആൻഡ് സൈഡ്സ് സെയിം ഒരു പാനൽ, ഒരു ലൈൻ പാറ്റേൺ വരുന്നതാണ്. സെൻറ്ററിൽ പാനൽ ആയിട്ടുള്ള പാറ്റേൺ കേട്ടോ. നമുക്കൊരു 47 ഒക്കെ ലെങ്ത് ഉണ്ടായിരിക്കും, 47-48 ലെങ്ത് ഉണ്ടായിരിക്കും. 4XL സൈസ് വരെ ചെയ്യാനായിട്ട് പറ്റുന്ന പീസാണ്. ബാക്ക് പോർഷൻ ഇതുപോലെ ലൈൻ പാറ്റേൺ ആണ് വരുന്നത്. പിന്നെന്താ, ബോട്ടം വരുന്നതും അതുപോലെ തന്നെ ലോവർ പാർട്ട് ആ ഒരു ബോർഡർ വരുന്നുണ്ട്. ദുപ്പട്ട പ്ലെയിൻ ആയിട്ട് പല്ലു ഏരിയയിലേക്ക് പ്രിന്റ് വരുന്ന പാറ്റേൺ ആണ്, വിത്ത് ടെസൽസ് ആണ് കേട്ടോ. അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ സെറ്റ് വരുന്നത്. ബ്ലാക്കിൽ മെറൂൺ കളറും ഇൻഡിഗോ ഷെയ്ഡൊക്കെ മിക്സിങ് ആയിട്ടുള്ള പീസാണ്. സൂപ്പർ ഡിസൈൻ ആണ്. അജ്രക് ബ്ലോക്ക് പ്രിന്റ് ആണ്, നാച്ചുറൽ കളറാണ്, എല്ലാതും ഹാൻഡ് ബ്ലോക്ക് പ്രിന്റുകളാണ്. നോർമൽ നമ്മൾ ചെയ്യുന്ന ഡിജിറ്റൽ പ്രിന്റുകൾ അങ്ങനെയൊന്നുമല്ല. അപ്പോൾ അത്രയും ക്ലിയർ എന്താ പറയുക, ആക്യുറേറ്റ് ആയിട്ടുള്ള പെർഫെക്റ്റ് പ്രിന്റുകൾ പ്രതീക്ഷിച്ച് നിങ്ങൾ വാങ്ങരുത്. എന്തായാലും അവിടെ ഇവിടെയൊക്കെ എന്താ പറയുക, ഇവിടെയുള്ള പ്രിന്റിലും ചെറിയ വ്യത്യാസം അവിടെ ഉണ്ടാവും, അങ്ങനെയൊക്കെ ഉണ്ടാവും. അതാണ് അതിൻ്റെ ഒരു ഭംഗി. അതൊരു ട്രഡീഷണൽ ആയിട്ടുള്ളൊരു പ്രിന്റാണ് വരുന്നത്, പ്രിന്റിങ് പ്രോസസ്സാണ്. അപ്പോൾ അത് അങ്ങനെ തന്നെയാണ് വരുന്നത്. അതൊന്നും ഇതിൻ്റെ ഡിഫക്റ്റോ ഡാമേജോ ഒന്നും അല്ല കേട്ടോ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ബാക്കും അതുപോലെ തന്നെ സൈഡ്സിലേക്കും ചെറിയൊരു പ്രിന്റ് വരുന്ന പാറ്റേൺ ആണ്. ഒരു കുഞ്ഞ് പ്രിന്റ് ഇട്ട് ഞാൻ ഇതുവരെ ഇങ്ങനത്തെ ഒരു പ്രിന്റ് കണ്ടിട്ടില്ല കേട്ടോ. അജ്രക്കിൽ നോക്കിയാൽ ചെറിയ ഇങ്ങനത്തെ ഒരു പ്രിന്റ്. ഓക്കെ, സെൻറ്ററിൽ ഇപ്പം ഞാനിട്ട സെയിം അതുപോലത്തെ ഒരു പാനൽ പ്രിന്റ് ആണ് വരുന്നത്. എന്താ
അങ്ങനെ പ്രിന്റ് വരുന്നത് 47 ലെങ്ത് ഉണ്ടായിരിക്കും. 4XL സൈസ് വരെ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ബോട്ടം വരുന്നത് അപ്പർ പാർട്ട് പ്ലെയിൻ ആയിട്ട് ലോവർ പാർട്ടിലേക്ക് ഒരു ബോർഡർ വരുന്ന പാറ്റേൺ ആണ്. അത് നമുക്ക് പാരലൊക്കെ അടിക്കുകയാണെങ്കിൽ പെർഫെക്റ്റ് ആയിരിക്കും കേട്ടോ. ആംഗിൾ ലെങ്ത് ഓക്കെയാണ്, പക്ഷെ പാരലാണ് ഒന്നും കൂടെ ഭംഗി ഉണ്ടായിരിക്കുക. പലാസോ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ദുപ്പട്ട ബോഡി പാർട്ട് പ്ലെയിൻ ആയിരിക്കും. എൻഡിലേക്കാണ് അതിൻ്റെ ഇത് വരുന്നത് കേട്ടോ, ഡിസൈൻ വരുന്നത്. ചില ഇതിൽ ചെറിയ കളറിൻ്റെ ഇതൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. ഇതൊന്നും ഇതിൻ്റെ ഡിഫക്റ്റ് അല്ല കേട്ടോ. ഒന്ന് ക്ലിയർ ആയിട്ട് കാണിക്കട്ടെ. ഇതുണ്ടോ, ഇങ്ങനെ നമ്മൾ ഡൈ ചെയ്യുന്ന സമയത്തുള്ളതാണ്. ഇതൊന്നും ഇതിൻ്റെ ഡിഫക്റ്റ് അല്ല. ഇത് നിങ്ങളൊരു വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാനിപ്പോൾ ഇത് എത്ര തവണ വാഷ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, നമുക്കതിന് ഒരു പ്രോബ്ലം ഉണ്ടാവില്ല അതിൻ്റെ ആ പീസിനൊന്നും. നെക്സ്റ്റ് ഷെയ്ഡ് ബ്ലാക്കിൽ മെറൂൺ കളറിൽ ചെറിയ ചെറിയ ലോട്ടസ് പ്രിന്റ് വരുന്നതാണ്. മെറൂണും ഉണ്ട്, ഇൻഡിഗോ ഷെയ്ഡ് കൂടെ മിക്സിംഗ് ആയിട്ടാണ് കേട്ടോ. ടോപ്പ് ഫ്രണ്ട് പാനൽ ആയിട്ടുള്ളതാണ്. സൈഡ്സിലും അതുപോലെ തന്നെ ബാക്ക് പോർഷനിലും സെയിം പ്രിന്റ് വരുന്ന ഒരു പാറ്റേൺ ആണ്. 47 ലെങ്ത് ഉണ്ടായിരിക്കും. 4XL സൈസ് വരെ ചെയ്യാനായിട്ട് പറ്റുന്ന പ്യുവർ അജ്രക് കോട്ടണിൽ വരുന്ന അജ്രക് ബ്ലോക്ക് പ്രിന്റ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ ബോട്ടം വരുന്നത് മേൽഭാഗം പ്ലെയിൻ ആയിട്ടും ലോവർ പാർട്ടിലേക്ക് സെയിം ആ ഒരു സൈഡിലെ പ്രിന്റ് കൂടെ വരുന്ന ഒരു പാറ്റേൺ ആണ്. ദുപ്പട്ട പ്ലെയിൻ ആൻഡ് രണ്ട് സൈഡിലും പല്ലു ഏരിയയിൽ പ്രിന്റ് വന്നിട്ടുള്ളത് കേട്ടോ. നല്ല ഡിസൈൻസ് ആയിട്ട് അതൊക്കെ കാണുമ്പോൾ നമുക്ക് നല്ലൊരു എന്താ പറയുക റയർ ഡിസൈൻ ആയിട്ട് ഫീൽ ചെയ്യുന്നതാണ് കേട്ടോ. ആക്ച്വലി ഒരു റയർ ആയിട്ടില്ല, നോർമലി കാണുന്നതിലും ഒരു വ്യത്യാസമായിട്ട് എനിക്ക് ഫീൽ ചെയ്തതാണ്. നെക്സ്റ്റ് ബ്ലാക്കിൽ തന്നെ കുറച്ചും കൂടെ തിക്ക് പ്രിന്റ് വരുന്നത്. നമ്മളിപ്പോൾ കുറച്ചിങ്ങനെ ചെറിയ പ്രിന്റുകളല്ലേ കണ്ടത്. രണ്ട് ഡിസൈനും അത് ചെറിയ പ്രിന്റ് ആയിരുന്നു. ഇത് കുറച്ച് സൈസ് കൂടിയതുള്ളതാണ്, പക്ഷെ ഫ്രണ്ട് പാനൽ തന്നെയാണ്. സൈഡ്സിലേക്കും അതുപോലെ തന്നെ ബാക്ക് പോർഷനിലുമാണ് എന്ത് വരുന്നത്, ഒരേ പോലത്തെ പ്രിന്റ് വരുന്നത്. ഇത് സെൻറ്റർ ഈ ഒരു ഡിസൈനാണ് വരുന്നത് കേട്ടോ. സെൻറ്റർ ഈ ഒരു ഡിസൈനാണ് വരുന്നത്. പിന്നെ ബാക്ക് പോർഷൻ പാൻറ്റിൻ്റെ ലോവർ പാർട്ടിലേക്ക് ബോർഡർ വരുന്നുണ്ട്. ഓക്കെ, ദുപ്പട്ട കോട്ടനാണ്. 2.5 മീറ്റർ ഉണ്ടായിരിക്കും. 4 സൈഡ് ഒരു ബോർഡർ ആണ് വരുന്നത് കേട്ടോ. ഇതാണ് ബോട്ടം വരുന്നത്. ഇത് നിങ്ങൾക്ക് കിട്ടുന്ന സമയത്ത് ഇതിലൊക്കെ ചെറിയ ഈ ഡ്രൈ ലീവ്സ് ഒക്കെ ആയിട്ടുള്ള ചെറിയ പീസുകൾ ഉണ്ടായിരിക്കും കേട്ടോ. അതൊന്നും ഇങ്ങനെ കച്ചറായിട്ടുള്ള കാരണമല്ല, ഇത് ഡ്രൈ ചെയ്തെടുക്കുന്നത് അങ്ങനത്തെ ലാൻഡ്, അങ്ങനെ ഡ്രൈ ആയിട്ടുള്ള ലാൻഡിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ അത് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ വരുന്നത് സെൻറ്റർ പാനൽ തന്നെയാണ്. ഇൻഡിഗോയും അതുപോലെ തന്നെ ഒരു ഗ്രീൻ കളറും കൂടെ മിക്സിംഗ് ആയിട്ട് വരുന്നതാണ്. ബാക്ക് ഏരിയ ഫുള്ളി സൈഡിലെ പ്രിന്റ് ആണ്. സെൻറ്റർ പാനലായിട്ടുള്ള ഡിസൈനാണ് കേട്ടോ. പാൻറ്റ് ഇങ്ങനെ ഒരു സെൽഫ് ഡിസൈൻ വരുന്നുണ്ട്. പിന്നെ ലോവർ പാർട്ടിലേക്ക് ബോർഡറും കൂടെ വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, ദുപ്പട്ട പ്ലെയിനിൽ ബോർഡറും അതുപോലെ തന്നെ പല്ലു ഏരിയയിൽ കൂടെ ഡിസൈൻ വരുന്ന ഒരു പാറ്റേൺ ആണ് കേട്ടോ. സൂപ്പർ പീസുകളാണൊക്കെ ഇങ്ങനെ വരുന്നതാണ് ഇൻഡിഗോ ഷെയ്ഡ്. നെക്സ്റ്റും ഇൻഡിഗോ തന്നെ വേറെ ഡിസൈൻ വരുന്നതാണ്. ഒന്നുകൂടെ ചെറിയ ഫ്ലവർ കേട്ടോ. ഒന്നുകൂടെ ചെറിയ ഫ്ലവർ വരുന്നതാണ്. ഒരു ഈ പ്രിന്റും നല്ല രസമുള്ള പ്രിന്റാണ്. മൊഡാൾ സിൽക്കിൽ നമ്മൾ ഈ ഒരു പ്രിന്റ് ചെയ്തിട്ടുണ്ട്. സൈഡിലുള്ള പാനലിലുള്ള ഈ പ്രിന്റ് നല്ല കംഫർട്ടബിൾ ആയിട്ടൊക്കെ ഈ ഐറ്റൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് ഇടുമ്പോൾ നമുക്ക് കാണുമ്പോൾ വലിയൊരു വികാരമൊന്നും തോന്നില്ല. ഒരു ബെഡ്ഷീറ്റിൻ്റെ ഒക്കെ ഒരു ഫീൽ അങ്ങനെ മടക്കിയിരിക്കുന്ന പോലെ നമുക്ക് തോന്നുക. പക്ഷേ ഇത് സ്റ്റിച്ച് ചെയ്തിടുമ്പോൾ ഭയങ്കര നീറ്റും ആയിരിക്കും. ഷേപ്പൊക്കെ നല്ല നീറ്റിൽ കിടക്കും. ഭയങ്കര കംഫർട്ടബിളും ആയിരിക്കും. അതിൻ്റെ ബോട്ടം വരുന്നത് ഇതുപോലെ ഒരു സെൽഫ് ഡിസൈൻ വരുന്നുണ്ട്, ബ്ലാക്ക് ഇതായിട്ടുള്ള. പിന്നെ ലോവർ പാർട്ടിലേക്ക് ബോർഡർ. ദുപ്പട്ട വരുന്നത് ഇതുപോലെ കേട്ടോ. ബോട്ടം കൂടെ വരുന്ന സൂപ്പർ ഒരു പീസാണ്. നല്ലൊരു ഇൻഡിഗോയും ഗ്രീനും കൂടെ മിക്സിംഗ് ആയിട്ടുള്ള ഷെയ്ഡ്. നെക്സ്റ്റ് വൺ വന്നിട്ട് സെയിം അതേ ഷെയ്ഡിൽ തന്നെ ഒരു വേറെ സെൻറ്ററിൽ സെൻറ്റർ പാനൽ ഭാഗത്ത് ഫുള്ള് ചെറിയ ലോട്ടസ് പ്രിന്റ് വരുന്നതാണ്. സൈഡ്സിലേക്കായിട്ട് അജ്രക് ബ്ലോക്ക് പ്രിന്റ്, നമ്മുടെ ഫ്ലോറൽ പ്രിന്റ് വരുന്ന ഒരു പാറ്റേൺ കേട്ടോ. 47 ലെങ്ത് 4XL സൈസ് ചെയ്യാനായിട്ടുണ്ടായിരിക്കും. ബോട്ടം ഇപ്പോൾ നേരത്തെ നമ്മൾ കണ്ട സെയിം തന്നെയാണ്. ഒരു സെൽഫ് ഡിസൈൻ വിത്ത് ലോവർ പാർട്ട് ബോർഡറും കൂടെ വരുന്നതാണ്. ആംഗിൾ ലെങ്തോ പാരലലോ പലാസോയോ ഒക്കെ ചെയ്യാൻ പറ്റും, പക്ഷെ പാരലായിരിക്കും ബെറ്റർ ആയിരിക്കുക. ഓക്കെ, കോട്ടൺ ലൈനിങ് യൂസ് ചെയ്യട്ടെ. എല്ലാവരും ചോദിക്കും ഇതിൽ ലൈനിങ് ഇടണ്ടോ? കട്ടിയുള്ള മെറ്റീരിയലാണ്, ലൈനിങ് ഇടണമെന്ന് നിർബന്ധമില്ല, നിഴലടിക്കൊന്നുമില്ല. പക്ഷേ നമുക്കൊരു രണ്ട് മൂന്ന് വാഷിന് ശേഷം നോർമലി ലൈനിങ് ഇല്ലെങ്കിൽ അത് ആകെ ഇങ്ങോട്ട് ഒരു എന്താ പറയുക പഴയ ഒരു ഡ്രസ്സിൻ്റെ ഫീൽ വരും. അപ്പോൾ എപ്പോഴും നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ വിത്ത് ലൈനിങ് ഇട്ട് ചെയ്യുമ്പോഴാണെങ്കിൽ ആ ഡ്രസ്സ് നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും. ഓക്കെ, ഇതാണ് സെൻറ്റർ
ഒരു പാനൽ വരുന്നത്. ബാക്ക് ആൻഡ് സൈഡ് പോർഷൻസ് ചെറിയ ചെറിയ പ്രിന്റ് വരുന്നതാണ്. അടിപൊളി പീസുകളാണ് കേട്ടോ. ഇതാണ് ബോട്ടം വരുന്നത്. ബോട്ടത്തിൻ്റെ ഈ ഒരു കൺസെപ്റ്റ് നല്ലൊരു ഇതാണ്. കാരണം പ്ലെയിൻ ദുപ്പട്ട വിത്ത് ബോർഡേഴ്സ്, പിന്നെ എന്താണ് ബോട്ടം പ്ലെയിൻ ആൻഡ് ലോവർ പാർട്ടിലെ ബോർഡറും കൂടെ വരുമ്പോൾ ഓവറോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തിരുന്ന സമയത്ത് നല്ലൊരു ലുക്ക് ഉണ്ടായിരിക്കും കേട്ടോ. അടുത്തതും അതുപോലെ തന്നെ ഇൻഡിഗോയും മെറൂണും കൂടെ ആയിട്ടുള്ളതാണ്. നേരത്തെ നമ്മൾ ഇൻഡിഗോ ആൻഡ് ഗ്രീൻ ആണ് കണ്ടത് കേട്ടോ. ഇപ്പോൾ ഇനി കാണിക്കുന്നത് ഇൻഡിഗോ ആൻഡ് മെറൂൺ കോംബോ വരുന്നതാണ്. ഓക്കെ, ഇതിൽ സെൻറ്ററിൽ ചെറിയ ചെറിയ ലോട്ടസ് പ്രിൻറ്റ് വരുന്നുണ്ട്. സൈഡ്സിലേക്കായിട്ടും ബാക്ക് പോർഷനിലും ഇതുപോലെ ഫുള്ളി ഒരു ഫ്ലോറൽ പ്രിൻ്റാണ് വരുന്നത്. 47 ലെങ്ത് ഉണ്ടായിരിക്കും. 4XL സൈസ് വരെ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഭയങ്കര ലെങ്ത്ത് ഇതിൽ ഭംഗിയല്ല. കാരണം വെച്ചാൽ ബോട്ടത്തിന് ഒരു ബോർഡർ വരുന്ന കാരണം നോർമലി നമ്മൾ നന്നായി ലെങ്ത് എടുക്കുന്നതിലും ചെറുതായിട്ടൊന്ന് ഷോർട്ട് ചെയ്ത് കഴിഞ്ഞാലായിരിക്കും ബെറ്റർ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് ദുപ്പട്ട വരുന്നത്. ദുപ്പട്ട വരുന്നത് വിത്ത് ബോട്ടം. അടിപൊളി എന്താ പറയുക, അടിപൊളി ഡിസൈനാണ്. ഓക്കെ, കോമ്പിനേഷൻ വൈസും സൂപ്പറാണ്. നമുക്ക് നമ്മൾ നോർമൽ കാണുന്ന കോമ്പിനേഷനാണ്. എനിക്ക് അതിൻ്റെ ആ ഒരു പാറ്റേൺ ആണ് ഭയങ്കരമായിട്ട് ഇഷ്ടമായത്. ആ ബോട്ടത്തിൻ്റെ ആ ഒരു പ്രിൻറ്റും ദുപ്പട്ട മെയിൻ കേട്ടോ. നോർമലി മൊത്തത്തിലൊരു പ്രിൻ്റാണ് വരുന്നത്. ആ ഒരു ബോർഡർ വന്നപ്പോൾ നല്ല രസമായിട്ടുണ്ട്. ഇത് സെൻറ്ററിൽ ഇതുപോലെ പാനൽ വരും. ബാക്ക് ആൻഡ് സൈഡ് ഒരേ പ്രിൻറ്റിൽ വരുന്നതാണ്. 47 ലെങ്ത് ആണ്. 4XL സൈസ് വരെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ബോട്ടം വരുന്നത് ഇതുപോലെയാണ്. ഇൻഡിഗോ മെറൂൺ കോംബോ ആണ് കേട്ടോ. ഈ ദുപ്പട്ട വരുന്നത് വിത്ത് ടെസൽസ് ആണ്. 2.5 മീറ്റർ ഉണ്ടായിരിക്കും. ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു പീസാണ് കേട്ടോ. ഇതാണ് ബോട്ടം വരിക. ഓക്കെ, അപ്പോൾ ഇത്രയും പീസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. നല്ലൊരു ഡിസൈൻ തന്നെയാണ്. പെട്ടെന്ന് ആയിക്കോട്ടെ സ്ക്രീൻഷോട്ട് എടുക്കുക. താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുക കേട്ടോ. നെക്സ്റ്റ് ഡിസൈൻ വരാം. അതുവരേക്കും ബൈ.